നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു പുതിയ ഗ്രൂപ്പാണ് ഇത്. ഒരു പുതിയ അനുഭവമാണ്. എല്ലാവരെയും കാണാനും പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാമായിരിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ ഇന്ന് ഗുരുപൂർണിമയാണ്, വ്യാസജയന്തി. ഈ ദിവസം തന്നെ ഇത് വളരെ ശ്രീ ജെ എന്നോട് ഇത് പറയുമ്പോ ഇത് വ്യാസജയന്തിയാണ് എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തത്. പക്ഷെ അത് വളരെ ആക്സിഡന്റലി അത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു. വ്യാസജയന്തി ദിവസം ഒരു ഒരു സ്പിരിച്വൽ സീക്കറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇന്ത്യൻ ട്രഡീഷനിൽ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് വ്യാസജയന്തി. അതിനെ നമ്മൾ ഗുരുപൂർണിമ എന്ന് അറിയപ്പെടുന്നു. ആകാശത്തേക്ക് നോക്കിയാൽ പൂർണ്ണചന്ദ്രനെ കാണാം. ആഷാഢമാസം എന്ന് പറയുന്ന നമ്മളുടെ മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ആഷാഢമാസം. മലയാള മാസത്തിൽ അത് കർക്കിടകം എന്ന് പറയും. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ പൗർണമി ദിവസമാണ് ഇന്ന്. ഈ ദിവസമാണ് വേദവ്യാസ ഭഗവാൻ ജനിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ഫോളോവറെ, സനാതന ധർമ്മത്തിന്റെ ട്രഡീഷണൽ ഫോളോവറെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മളെല്ലാത്തിനും ഒരു ശുഭകാര്യം തുടങ്ങാൻ ഒരു ശുഭ ദിവസം എന്ന് പറയില്ലേ, ഒരു ന്യൂ ഇയറിന് നമ്മൾ ന്യൂ റെസൊല്യൂഷൻസ്, പുതിയ വർഷത്തിൽ പുതിയ ചിന്തകൾ, ഇങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. അതിന് കാരണം മനുഷ്യൻ എപ്പോഴും അയാളെ കൾച്ചറിലേക്ക് വരാനായിട്ട് അയാളെ എപ്പോഴും സംസ്കരിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അപ്പൊ മനുഷ്യന്റെ സംസ്കരണത്തിന്റെ ഭാഗമായി, മനുഷ്യൻ സ്വയം സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി, അയാൾ ഒരു കൾച്ചറിലേക്ക് അയാളെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പുതിയ തുടക്കം, അത് പലതിനും പല തുടക്കങ്ങളുണ്ട്. വർഷത്തിനൊരു തുടക്കമുണ്ട്. അതുപോലെ നമ്മൾ പലതിനും ഒരു തുടക്കം വെക്കാറുണ്ട്. അതുപോലെ ഒരു സ്പിരിച്വൽ സാധകന്, അയാളുടെ ഒരു സ്പിരിച്വൽ സീക്കറിന് അയാളുടെ പഠനങ്ങൾ, അയാളുടെ ഒരു ആത്മീയ ജീവിതത്തിന്റെ അയാൾക്കൊരു തുടക്കം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് മനസ്സിലായില്ല, ഞാനത് വായിക്കുന്നതിന് മുമ്പ് അത് പോയി. അല്ല, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞാണ്, ആർക്കെങ്കിലും ക്യാമറ ഓൺ ചെയ്ത് മുഖം കാണിക്കുന്നവർക്ക് അത് നല്ലതായിരിക്കും. പ്രഭാഷണം നടത്തുന്നവർക്കും എല്ലാവർക്കും ഒരു മുഖം കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മുഖം കാണിക്കാൻ താല്പര്യമുള്ളവർ ക്യാമറ ഓൺ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞതാ. ഓക്കെ. അപ്പോ നമ്മളൊരു സ്പിരിച്വൽ സാധന ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, എനിക്ക് എന്റെ ജീവിതത്തിന് ഒരു ഗുരു ആവശ്യമുണ്ട്, എന്റെ ജീവിതത്തിന് ഒരു സ്പിരിച്വൽ ട്രഡീഷൻ എനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഗുരുപരമ്പരയുടെ, ഒരു ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയുടെ ഭാഗമായി ഞാൻ ഒരു പഠനം, ഒരു സാധന, ഒരു മെഡിറ്റേഷൻ, ഒരു ജപം, ഇതൊക്കെ ആവശ്യമുണ്ട് എന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന് എപ്പോഴെങ്കിലും തോന്നും. നമ്മുടെ ജീവിതത്തെ നമ്മൾ തരംതിരിച്ചാൽ, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് നോക്കിയാൽ, മനുഷ്യന് പല തലങ്ങളിൽ അയാളുടെ ബുദ്ധിയെയും അയാളുടെ ചിന്തകളെയും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്, പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, നമുക്ക് സാമൂഹ്യ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആവശ്യമാണ്, നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ ആവശ്യമാണ്, നമുക്ക് സ്നേഹം ആവശ്യമാണ്, നമുക്ക് പരസ്പരം പങ്കുവെക്കലുകൾ ആവശ്യമാണ്, ബന്ധങ്ങൾ, ഇമോഷണൽ സപ്പോർട്ട് തരുന്ന റിലേഷൻഷിപ്പ് ആവശ്യമാണ്, സോഷ്യൽ സ്റ്റാറ്റസ് ആവശ്യമാണ്. ഇതൊക്കെ മനുഷ്യനെ പൂരിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന്റെ ഒക്കെ ഏറ്റവും ഒടുവിൽ നമുക്കിതൊക്കെ നേടി, നമുക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി, നമുക്ക് നല്ല സാമ്പത്തിക ഫിനാൻഷ്യലി നമ്മൾ വളരെ വളരെ സെറ്റിൽഡ് ആയി, നമ്മൾ ഇമോഷണലി നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, നമുക്ക് നല്ല റിലേഷൻസ് ഉണ്ടായി, നല്ല ബന്ധങ്ങൾ ഉണ്ടായി, നല്ല കുടുംബത്തെ നമ്മൾ ബിൽഡ് ചെയ്തു. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് എവിടെയോ ഒരു നഷ്ടം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, എനിക്ക് എവിടെയോ എന്റെ ചില
എന്നെ ഒന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്, എനിക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യേണ്ടതുണ്ട് എന്ന് മനുഷ്യന് തോന്നുന്ന ഒരു അവസരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കുണ്ടാവും. ഞാൻ എന്നെ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ, പൂർണ്ണമായും എനിക്ക് എന്നെ തിരിച്ചറിയാനായിട്ടില്ല. ഇങ്ങനെ മനുഷ്യന് തോന്നുന്ന അപൂർവ നിമിഷങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇത് ഉപനിഷത്തിലൊക്കെ ഋഷിമാര് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ഋഷിമാര് പറയുന്നത്, ഞാൻ സാൻസ്ക്രിറ്റ് കോട്ട് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് വിചാരിക്കരുത്, ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ തീർച്ചയായിട്ടും പറയാം. മനുഷ്യർ രണ്ട് തരത്തിലാണ്, നോളജിനുള്ള അക്വിസിഷൻ മനുഷ്യൻ രണ്ട് തരത്തിലാണ് നേടുന്നത് എന്ന് ഋഷിമാര് പറയുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം രണ്ട് രീതിയിലാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ വിഭാഗത്തെ ഋഷിമാർ തരംതിരിച്ചിരിക്കുന്നത് അപരാവിദ്യ എന്നാണ്. അപര എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന എല്ലാ ഈ ഫിസിക്കൽ വേൾഡിൽ നിന്നും കിട്ടാവുന്ന എല്ലാ സമ്പത്തുകളെയും, എല്ലാ അറിവുകളെയും, എല്ലാ നോളജ് ട്രഡീഷനുകളെയും നമ്മൾ അപര എന്നതിൽ ഋഷിമാർ പെടുത്തി. നമുക്ക് ഈ ലോകത്തൊന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടാം, അതിനെയൊക്കെ അപര എന്നതിൽ പെടുത്തി. ഒന്നിനെ മാത്രം പരാ എന്നതിൽ ഋഷിമാര് പെടുത്തി, പരാവിദ്യ. പരാവിദ്യ എന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോ അതിന് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആചാര്യന്മാര് പറഞ്ഞത്, യാ വിദ്യ സാ വിമുക്തയേ. നിങ്ങളെ ആത്യന്തികമായി നിങ്ങൾക്ക് അബ്സല്യൂട്ട് ഫ്രീഡം തരുന്ന ഒരു നോളജ് ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, നിങ്ങളെ കുറിച്ചുള്ള അറിവ്, അവനവനെ കുറിച്ചുള്ള അറിവ്, ലോകത്തിലെ മറ്റെല്ലാ വിഷയത്തെ കുറിച്ചുള്ള അറിവ് അപരാ എന്നതും, അവനവനെ കുറിച്ചുള്ള അറിവ്, എന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അറിവ്, എന്റെ ലക്ഷ്യത്തെ കുറിച്ചുള്ള അറിവിനെ പരാവിദ്യ എന്നും വിഭജിച്ചു. സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി ഒരിക്കൽ അമ്മയോട്, അമ്മ UN അസംബ്ലിയിൽ പ്രസംഗിച്ചതിന് ശേഷം അമ്മ പുറത്തേക്ക് വന്നപ്പോ വലിയ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പത്രപ്രവർത്തകർ, ജേർണലിസ്റ്റുകൾ അമ്മയോട് ചോദിച്ചു, അമ്മ അമൃത യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, അമൃത യൂണിവേഴ്സിറ്റി വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെ കുറിച്ചൊക്കെ അമ്മ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ്, വാട്ട് യു മീൻ ബൈ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു. എന്താണ് എഡ്യൂക്കേഷൻ എന്ന് അമ്മയോട് ചോദിച്ചു. അപ്പൊ അമ്മ 4ാം ക്ലാസ് വരെ ഭൗതികമായ വിദ്യാഭ്യാസം ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, എഡ്യൂക്കേഷനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് അവനവനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം, ഒന്ന് ജീവിതത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസം. വാട്ട് ഇസ് ലൈഫ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്നതാണ് ഒരു വിദ്യാഭ്യാസം. അടുത്തത് ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ്. ജീവിക്കാനുള്ള വിദ്യാഭ്യാസമാണ് നമ്മളെല്ലാവരും നേടുന്നത്. എന്തിനാ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു, ഡിഗ്രി ചെയ്യുന്നു, പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നു, പഠിക്കുന്നു, ആ വിഷയം പഠിക്കുന്നു, ഈ വിഷയം പഠിക്കുന്നു. ഇത് മുഴുവനും നമുക്ക് ജീവിക്കാനാണ്. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷന്റെ ഭാഗമായി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് മുഴുവനും, ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കറിയാം. നമ്മളൊരു ഒരു സ്റ്റുഡന്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഒരു കോളേജിൽ ജോയിൻ ചെയ്താൽ അയാളൊരു അക്കാഡമിക് ബാസ്ക്കറ്റുമായിട്ടാണ് അയാൾ പോകുന്നത്. ആ ബാസ്ക്കറ്റിലേക്ക് ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് എങ്ങനെയാണോ അയാൾ സാധനങ്ങളൊക്കെ, പ്രോഡക്ട്സ് ഒക്കെ പെറുക്കി ഇടുന്നത്, ഇതുപോലെ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ 12th സ്റ്റാൻഡേർഡ് കഴിയുന്നത് വരെ അയാളുടെ അടുത്ത് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് അടുത്ത ബാസ്ക്കറ്റ് ആയിരിക്കും. അയാൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അയാളുടെ ലൈഫ് കരിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അയാൾ ഈ അക്കാഡമിക് ബാസ്ക്കറ്റിലേക്കാണ് സാധനങ്ങൾ മുഴുവനും ഇട്ട് സബ്ജക്റ്റുകൾ ഇട്ടിട്ട് അയാളുടെ ഭാവിയെ ഫോക്കസ് ചെയ്യുന്നു. അത് ലൈഫ് സ്കിൽസ് ആണ്, ജീവിക്കുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ് അയാൾ നേടുന്നത്. പക്ഷേ ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം മുഴുവൻ നേടിയ ഒരാൾക്ക് ജീവിതത്തെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ, പർപ്പസ് ഓഫ് ലൈഫ്, മീനിങ് ഓഫ് ലൈഫ്, വാല്യൂ ഓഫ് ലൈഫ്, വാട്ട് ഇസ് ലൈഫ് എന്ന് അയാൾക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ജീവിതം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ജീവിക്കാനുള്ളത് കൊടുക്കുന്നുമുണ്ട്, പണമുണ്ടാക്കാനുള്ളത് കൊടുക്കുന്നുണ്ട്, മണി മേക്കിംഗ്, മാർക്കറ്റിൽ മണി ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ജീവിക്കണം എന്ന് പലപ്പോഴും നമ്മൾ
പറഞ്ഞു കൊടുക്കുന്നില്ല. ഉപനിഷത്ത് ഋഷി ഇതിനെ തന്നെയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞത് പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും. നമ്മളെ ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന, എന്താണ് ജീവിതം എന്ന് പഠിപ്പിക്കുന്ന, വൺസ് ഓൺ ട്രൂ നേച്ചർ എന്താണെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് നാം പരാവിദ്യ എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മൾ എല്ലാം നേടിയാലും, എല്ലാ സൗഭാഗ്യങ്ങൾ നേടിയാലും, ഞാൻ എന്നെ കുറിച്ച്, ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ച് അറിയേണ്ടതുണ്ട് എന്ന് മനുഷ്യന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല, അത് ഉണ്ടാകാതിരിക്കാൻ തരമില്ല. അങ്ങനെ മനുഷ്യന് തോന്നുന്നെങ്കിൽ ആ നിമിഷമാണ് ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ സാധന, എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ്, എൻ്റെ ഒരു സാധന സ്പേസ്, എൻ്റെ ഒരു അറിവിന് വേണ്ടിയുള്ള ഒരിടം എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആഷാഢമാസത്തിലെ പൗർണമി ദിവസമായ പൂർണ്ണചന്ദ്രൻ. നമുക്കറിയാം, ഇന്ത്യൻ ട്രഡീഷൻ അനുസരിച്ച് ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിന്റെ കാരകനാണ്. ചന്ദ്രൻ ചന്ദ്രമാ മനസ്സോ ജാത എന്ന് ഉപനിഷത്തുകൾ പറയും. ചന്ദ്രൻ ലുണാർ എന്ന സങ്കല്പം നമുക്കറിയാം. മനസ്സുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് ചന്ദ്രനാണ്. അപ്പൊ പൂർണ്ണചന്ദ്രൻ അതിന്റെ എല്ലാ പ്രകാശ പൂർണിമയിലും നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഒരു സ്പിരിച്വൽ സീക്കറിന് അയാളുടെ സാധന, അയാളുടെ ജപം, ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്ന് ഭാരതത്തിന്റെ ട്രഡീഷൻ, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ അദ്ദേഹം പറയേണ്ടായി, വേദവ്യാസനെ കുറിച്ച് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോ, ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്നതിനെ ഒരു ഈക്വൽസ് എന്നിട്ടാൽ ഇപ്പുറത്ത് വയ്ക്കാവുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ അത് വേദവ്യാസനാണ്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് നമ്മൾ പറയും. വേദവ്യാസൻ ടച്ച് ചെയ്യാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. നമ്മുടെ ഈ ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കാവുന്ന എല്ലാ ഇമോഷൻസിനെയും, എല്ലാ ഭാവങ്ങളെയും, എല്ലാ വൈകാരികവും ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ അവസ്ഥകളെയും വേദവ്യാസൻ തന്റെ മഹാഭാരതത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ വ്യാസൻ എന്ന് പറയുന്ന വലിയൊരു ഇന്ത്യൻ ട്രഡീഷന്റെ ഗുരുനാഥനായ, ഗുരുപൂർണിമ എന്ന് പറയാൻ കാരണം അതാണ്, ഗുരുക്കന്മാരുടെ ഗുരുവാണ് വേദവ്യാസൻ. അപ്പോ ഇങ്ങനെ ഗുരുക്കന്മാരുടെ ഗുരുവായ ഭാരതീയ ഇന്ത്യൻ നോളജ് ട്രഡീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യനായ വേദവ്യാസ ഭഗവാന്റെ ജന്മദിനമാണ് ആഷാഢ ശുക്ലപക്ഷ പൂർണിമയായ ഇന്ന്. നമ്മുടെ പഴയ രീതി അനുസരിച്ച് നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാമായിരിക്കാം, ഗുരു ട്രഡീഷണൽ വിശ്വസിക്കുന്നവർ, നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഈ ദിവസം നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി ആ ഒരു സാധനയിൽ ജീവിക്കുന്ന ദിവസമാണ്. എല്ലാ ഗുരു പരമ്പരകളിലും, എസ്പെഷ്യലി ശങ്കരമഠങ്ങളിൽ, എല്ലാ ഗുരു ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന ഇടങ്ങളിലും ഇന്ന് മുതലാണ് ചാതുർമാസ്യം എന്ന വ്രതം ആരംഭിക്കുന്നത്. 41 ദിവസം നീണ്ടു നിൽക്കുന്ന ചാതുർമാസ്യ വ്രതം. ഈ സമയത്ത് ഗുരുക്കന്മാരും ശിഷ്യന്മാരും പുറത്ത് യാത്ര ചെയ്യില്ല. അവർ ആശ്രമത്തിൽ തന്നെ താമസിച്ച് വേദാന്തം, ഉപനിഷത്തുകൾ, ദർശനങ്ങൾ ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന, പുറത്തു പോകാതെ ഇരിക്കുന്ന ദിവസമാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പലതരത്തിലുള്ള വ്രതങ്ങൾ, രാമായണ മാസം അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. വേണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ശീലം തുടങ്ങി വെക്കാൻ ഏറ്റവും നല്ല ദിവസമാണ്. പണ്ട് ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ, ഞാൻ ഏകദേശം ഒരു 3 വയസ്സ് മുതൽ അമ്മയുടെ കൂടെ വളരുന്ന കുട്ടിയായിരുന്നു. അമൃതാനന്ദമയി അമ്മയുടെ കൂടെ, അമ്മയുടെ ഒപ്പം വളർന്ന കുട്ടിയാ. അപ്പൊ അമ്മ നമ്മുടെ അടുത്ത് കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ പറയായിരുന്നു, ഗുരുപൂർണിമ തൊട്ട് 41 ദിവസം ഒരു ശീലം തുടങ്ങാൻ ഏറ്റവും പറ്റിയതാണ്. നമുക്കൊരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 41 ദിവസം വളരെ നല്ലതാണ്. അപ്പൊ അമ്മ അന്ന് കുട്ടിയായിരിക്കുമ്പോ നമ്മുടെ അടുത്ത് പറയായിരുന്നു, ലിഖിത ജപം എന്ന് വെച്ചാൽ ഒരു പുസ്തകത്തിൽ ഡേറ്റ് ഇട്ടിട്ട് ചാന്റിങ് പോലെ തന്നെ റൈറ്റിംഗ്, എഴുതുക, മന്ത്രം എഴുതുക. അത് ഗുരുവിൽ നിന്നും ദീക്ഷ കിട്ടിയവർക്കാണെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ നമ്മളിപ്പോ ശ്രീരാമജയം പോലെയുള്ള
ഓം നമോ ഭഗവതേ വാസുദേവായ പോലെയുള്ള മന്ത്രം ഈ ചാതുർമാസ്യത്തിന്റെ ഭാഗമായിട്ട് 41 ദിവസം അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഏതെങ്കിലും ഒരു ജപം ഈ ചാതുർമാസത്തിന്റെ ഭാഗമായിട്ട് ശീലിപ്പിക്കുന്നത് നമ്മളുടെ ഒരു ട്രഡീഷനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ആദരവാണ്. വേദവ്യാസ ഭഗവാനെ ഈ ട്രഡീഷന്റെ മുഴുവൻ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് വേദവ്യാസ ഭഗവാന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവാണ് ഈ ഒരു ചാതുർമാസ്യ വ്രതത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുക എന്നത്. എല്ലാ ഗുരു ട്രഡീഷനിലും ഇത് ചെയ്യാറുണ്ട്. വ്യാസനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മൾ എന്തുകൊണ്ടാണ് വേദവ്യാസനെ ട്രഡീഷന്റെ ഗുരുവായി പറയുന്നത്? നമ്മുടെ ഗുരു പരമ്പരയെ കുറിച്ച് അത് നാം അറിഞ്ഞിരിക്കണം. ഇതൊരു ഫ്ലോ ആണ്. ഞാൻ കുറച്ചും കൂടി എന്നോട് ശ്രീ ജയ് കഠിനമായ പദങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എന്റെ വൊക്കാബുലറി കഠിനമായ പദങ്ങളാണ് എന്റെ വൊക്കാബുലറിയിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വളരെ ആർട്ടിഫിഷ്യലാവും. ഇതൊരു നൈരന്തര്യമാണ്, ഇതൊരു തുടർച്ചയാണ്, ഇതൊരു ഫ്ലോ ആണ്. ഇതൊരിടത്ത് നിൽക്കുന്നില്ല. ഇത് കൈവഴികളായി അടുത്ത ആളിലേക്ക് പകർന്ന് 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 ഒഴുകുകയാണ് ഈ ഗുരു ട്രഡീഷൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ചൊല്ലിയ മന്ത്രം അത് തന്നെയായിരുന്നു. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം. ഗുരു ഇസ് എ പരമ്പര, ഇറ്റ്സ് എ ട്രഡീഷൻ. അതൊരാളല്ല, അതിലൊരാളില്ല, അതിലൊരു വ്യക്തിയില്ല, അതിൽ ഗുരുവേ ഉള്ളൂ. ഗുരു എന്ന വാക്ക് നമ്മുടെ ട്രഡീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. We cannot translate the word guru into another tradition or language. ടീച്ചർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റാത്ത ചില വാക്കുകളുണ്ട്. എന്റെ PhD സമയത്ത് എന്റെ PhD തീസിസ് ധർമ്മം എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ധർമ്മ സങ്കല്പം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, എത്തിക്സ്, മൊറാലിറ്റി, ലോ, റിലിജിയൻ, നേച്ചർ, വൺസ് ഓൺ ട്രൂ നേച്ചർ, ഇങ്ങനെയൊക്കെ ധർമ്മത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ ധർമ്മത്തെ പറ്റി പഠിച്ചവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ കമന്റ് എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്ത വാക്കാണ്. കാരണം അതൊരു ഇന്ത്യയുടെ ട്രഡീഷണൽ രൂപം കൊണ്ട വാക്കാണ്. ഇതിനെ മറ്റൊരു ട്രഡീഷനിലേക്ക് നമുക്ക് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധർമ്മം പൂർണ്ണമാവില്ല. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലൊരു വേർഡാണ് ഗുരു എന്ന വാക്ക്. ടീച്ചർ എന്ന വേർഡ് കൊണ്ട് നമുക്ക് ഗുരു എന്നുള്ളതിനെ, മെന്റർ എന്നുള്ള വേർഡ് കൊണ്ടൊന്നും നമുക്ക് ഗുരു എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയും ഗു ശബ്ദസ്തു അന്ധകാരസ്യാത് രു ശബ്ദ തന്നിരോധകഃ അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയത്തെ എന്ന് പറയും. ഗുരു എന്ന രണ്ട് വാക്കിലെ രണ്ടക്ഷരത്തിലെ സിലബിളിലെ ദ ഫസ്റ്റ് സിലബിൾ ഗു എന്നത് അന്ധകാരത്തിന്റെ, ഡാർക്ക്നെസിന്റെ പ്രതീകമാണ്. നമുക്ക് എപ്പോഴും ഈ ഒരു എല്ലാ ലോകത്തിന്റെ എല്ലാ മതങ്ങളിലും എല്ലാ സങ്കല്പങ്ങളിലും ഈ ഇരുട്ട വെളിച്ചം എന്ന സങ്കല്പമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ. അപ്പോ അസത്ത്, തമസ്, മൃത്യു എന്നതിനെയൊക്കെ നമ്മൾ എവിടെ പോയാലും, ഇപ്പം ഇന്തോനേഷ്യൻ ട്രഡീഷനിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെയൊക്കെ ഇപ്പൊ ബാലി, ജക്കാർത്ത, അവിടെയൊക്കെ പോയാലും അവിടുത്തെ ഡാൻസ് ഫോംസിലൊക്കെ ഒരു ഈവിളിനെ, തമസിനെ, അന്ധകാരത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോം ഉണ്ടാവും. അപ്പൊ അന്ധകാരം എന്ന് പറയുന്നത് എപ്പോഴും അത് ഇറ്റ്സ് എ സിംബോളിക് തിങ്. അന്ധകാരം എപ്പോഴും മനുഷ്യന്റെ മനസ്സിനെ ഇരുട്ടിലേക്ക്, നെഗറ്റിവിറ്റിയിലേക്കൊക്കെ നയിക്കുന്നതാണ്. അപ്പൊ ഗുശബ്ദം അന്ധകാരത്തിന്റെയും ഋഷബ്ദം അതിലേക്ക് വരുന്ന വെളിച്ചത്തിന്റെയും. പണ്ടൊരു തമാശയായിട്ടൊരു കഥ പറയും. ഇരുട്ടും വെളിച്ചവും തമ്മിൽ വലിയ വഴക്കുണ്ടായി അത്രേ. അപ്പൊ ഇരുട്ടും വെളിച്ചവും, ഇരുട്ട് പോയി ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞു, എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല, അയാൾ വന്നാൽ എനിക്ക് പോകേണ്ടി വരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇരുട്ട് പോയി ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് മാത്രമായിട്ട് എനിക്ക് നിന്റെ മാത്രം ഉത്തരം കേൾക്കാൻ പറ്റില്ലല്ലോ, പരാതിക്കാർ രണ്ടുപേരും അല്ലേ, അതുകൊണ്ട് നീ അയാളെ വിളിച്ചോണ്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പരാതി പരിഹരിക്കാം എന്ന് പറഞ്ഞു അത്രേ. പക്ഷെ അത് ജീവിതത്തിൽ ഒരിക്കലും സാധിച്ചില്ലെന്നും
ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള അന്തരം, അവർ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും തുടരുന്നു. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും ഒരുമിച്ച് ബ്രഹ്മാവിന്റെ അടുത്ത് പരാതി പരിഹരിക്കാൻ പോവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ അന്ധകാരം എന്ന് പറയുന്നത് വെളിച്ചം വന്നാൽ അവിടെ അന്ധകാരം ഇല്ലാതാവുന്നതാണ്. അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വെളിച്ചത്തിന് മാത്രമേ സാധിക്കൂ. അപ്പോ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വെളിച്ചമാണ് അത്. ഒരുപക്ഷെ ഗുരു എന്ന് പറയുന്ന ഇന്ത്യൻ ട്രഡീഷനിലെ വേർഡിന് ഒരു വ്യക്തി എന്ന അർത്ഥമേ ഇല്ല. എന്റെ ഗുരു ഇന്ന ആളാണ് എന്നുള്ള അർത്ഥമേ ഇല്ല. അതൊരു പുഞ്ചിരിയാവാം, അതൊരു ചേർത്ത് പിടിക്കലാവാം, അതൊരു സാന്ത്വനമാകാം, അതൊരു പുസ്തകമാകാം, അതൊരു സ്ഥലമാകാം, അതൊരു വാക്കാകാം, അതൊരു സങ്കല്പമാകാം, അതൊരു പ്രഭാതമാകാം, അതൊരു മഴയാകാം, അതൊരു അനുഗ്രഹമാകാം, അതൊരു കൃതജ്ഞതയാകാം, അത് അമ്മയാകാം, അത് അച്ഛനാകാം, അത് സ്വന്തം പുത്രനാകാം. പുത്രൻ ഗുരുവായ സന്ദർഭങ്ങളുണ്ട്. ദേവഹൂതിയുടെയൊക്കെ കഥ എങ്ങനെയാണ്? മകനാണ് ഉപദേശിക്കുന്നത്. കപിലൻ എന്ന പുത്രനാണ് ദേവഹൂതിക്ക് ആത്മതത്വം ഉപദേശിക്കുന്നത്. ശങ്കരാചാര്യർ അമ്മയ്ക്ക് ആത്മതത്വം ഉപദേശിച്ചു. അപ്പോ അവിടെ ബന്ധമില്ല, മറ്റൊന്നുമില്ല, വലിയവൻ ചെറിയവൻ എന്നില്ല. എവിടെയാണോ സ്നേഹം പരസ്പരം തുറവി ഉണ്ടാകുന്നത് അതാണ് ഗുരു എന്ന് പറയുന്ന ഭാരതീയ സങ്കല്പം. അപ്പോ ഇരുട്ട് അകറ്റുന്ന ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഗുരു നമ്മളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ ട്രഡീഷൻ വിശ്വസിക്കുന്നത് ഗുരു എന്ന് പറയുന്നത് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നൈരന്തര്യമാണ്, ഒരു തുടർച്ചയാണ്, ഒരു പരമ്പരയാണ്. അതുകൊണ്ടാണ് സദാശിവനിൽ ആരംഭിച്ച് ശങ്കരാചാര്യരിലൂടെ പരിണമിച്ച് നമ്മുടെ ഗുരുവിലെത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം. ഗുരുപൂർണിമ ദിവസം നമ്മൾ കുട്ടികളോടൊക്കെ ചൊല്ലാൻ പറയേണ്ടുന്ന ഒരു ഗുരുപരമ്പരാ ധ്യാനമുണ്ട്. അത് നമ്മുടെ ട്രഡീഷനിലെ എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്ന ധ്യാനമാണ്. പലർക്കും അറിയാമായിരിക്കാം. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രം അധാസ്യ ശിഷ്യം. ശ്രീശങ്കരാചാര്യം അധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതം ആനതോസ്മി. മൈ പ്രണാംസ്, എന്റെ പ്രണാമം, എന്റെ ഗുരുവിന്റെ പാദങ്ങളിൽ എന്റെ പ്രണാമം. എന്റെ ഗുരുവിനെ ഞാൻ പ്രണമിക്കുമ്പോൾ ഞാൻ ഈ ട്രഡീഷന്റെ പിന്നോട്ട് പോവാണേ. ഇതിൽ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ നോളജ് ട്രഡീഷൻ എന്താണ് എന്ന എല്ലാവരെയും ഇതിൽ സ്പർശിച്ചു പോകുന്നുണ്ട്. സാക്ഷാൽ നാരായണൻ, പത്മഭുവനായ ബ്രഹ്മാവ്, അതിൽ നിന്നുമുണ്ടായ വസിഷ്ഠൻ എന്ന പരമ്പരയുടെ ഗുരു, വസിഷ്ഠന്റെ പുത്രനായ ശക്തി, ശക്തിയുടെ പുത്രനായ പരാശരൻ, പരാശരന്റെ പുത്രനായ വേദവ്യാസൻ, വേദവ്യാസന്റെ പുത്രനായ ശ്രീശുകൻ, വ്യാസം ശുകം. ഇനി ട്രഡീഷനിലേക്ക് വരികയാണ്. ഗൗഡപാദൻ എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ ഗുരുവിന്റെ ഗുരുവായ മാണ്ഡൂക്യകാരികയുടെ കർത്താവായ, ഇന്ന് ശങ്കരാചാര്യർക്ക് മുൻപ് എന്തായിരുന്നു ഇന്ത്യയുടെ നോളജ് ട്രഡീഷൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമായ ഗൗഡപാദൻ എന്ന് പറയുന്ന ആചാര്യൻ. ഗൗഡപാദന്റെ ശിഷ്യനായിരുന്നു ഗോവിന്ദപാദൻ എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ ആചാര്യൻ. ഗോവിന്ദപാദന്റെ ശിഷ്യനായ ശങ്കരാചാര്യര്. അപ്പൊ എവിടെ എത്തി? നാരായണനിൽ നിന്ന് ആരംഭിച്ച് പരമ്പരയായി വന്ന് ശങ്കരാചാര്യരിലെത്തി. ശങ്കരാചാര്യർക്ക് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അവർ തോടകാചാര്യൻ, ഹസ്താമലകൻ, പത്മപാദൻ, സുരേശ്വരൻ. ഈ 4 പേരായിരുന്നു ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ എന്ന് കരുതുന്നു. അങ്ങനെയുള്ള 4 ശങ്കര ശിഷ്യന്മാരെയും പ്രണമിച്ചുകൊണ്ട് ദിസ് ഇസ് ഇന്ത്യാസ് നോളജ് ട്രഡീഷൻ. ഇതാണ് ഇന്ത്യയുടെ ഗുരുപരമ്പര എന്ന് പറയുന്ന ജ്ഞാന സമുദ്രത്തിന്റെ, ജ്ഞാന സാഗരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇവരൊക്കെയാണ്. ഇവരിലൂടെ വന്ന് അസ്മദ് ഗുരൂൻ,
ഇനി ഓരോ ട്രഡീഷനിലും ഇത് വേറെയുണ്ട് കേട്ടോ. ശൈവ ട്രഡീഷൻ ആണെങ്കിൽ മറ്റൊന്നുണ്ട്, ശാക്തേയ ട്രഡീഷൻ ആണെങ്കിൽ അവരുടെ ഗുരുപരമ്പരയെ അവർ ആഡ് ചെയ്യും അതിലേക്ക്. അങ്ങനെ പല വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങൾ നമുക്കുണ്ട്. എന്തായാലും നമ്മളുടെ പുതിയ തലമുറയ്ക്ക് നമ്മൾ ഒരു വലിയ പാരമ്പര്യത്തിന്റെ, ഒരു വലിയ ട്രഡീഷന്റെ, ഒരു ഒരു നോളജ് ട്രഡീഷന്റെ ഭാഗമാണെന്നും അതിൽ നമ്മളുടെ ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ടാണ് ഒരു സനാതന ധർമ്മവിശ്വാസി തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതെന്നും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഗുരു ട്രഡീഷൻ വരുന്നത്. അപ്പൊ ഗുരുപൂർണിമ ദിവസം ഈ അറ്റത്ത് നിന്നുകൊണ്ട്, ഈ ലോകത്തിന്റെ ഏതോ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു സനാതന ധർമ്മവിശ്വാസിയായ ഞാൻ എന്നെ രൂപപ്പെടുത്തിയ, എന്റെ ചിന്തകളെ രൂപപ്പെടുത്തിയ എന്റെ പൈതൃകത്തെ, എന്റെ പാരമ്പര്യത്തെ, ഗുരുക്കന്മാരിലൂടെ പകർന്ന എന്റെ പാരമ്പര്യത്തെ ഞാൻ സ്മരിക്കുന്നു എന്ന നിലയിൽ ഗുരുക്കന്മാരെ സ്മരിക്കേണ്ടതാണ്. ഇവിടെയാണ് വേദവ്യാസൻ വരുന്നത്. പരാശരന്റെ ശക്തിയുടെ നമ്മള് മറ്റേ ഭഗവത്ഗീതയുടെ ധ്യാനം ചൊല്ലുമ്പോ നമ്മൾ ചൊല്ലാറില്ലേ, വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ആരാ വേദവ്യാസ ഭഗവാൻ? വ്യാസം വസിഷ്ഠനപ്താരം. നപ്ത എന്ന് പറഞ്ഞാൽ പുത്രന്റെ പുത്രൻ, ഗ്രാൻസൺ എന്ന് പറയും. വസിഷ്ഠന്റെ പുത്രന്റെ പുത്രനാണ് വസിഷ്ഠൻ. വസിഷ്ഠന്റെ പുത്രൻ ശക്തി, ശക്തിയുടെ പുത്രൻ പരാശരൻ, പരാശരന്റെ പുത്രനാണ് വേദവ്യാസൻ. ശക്തി എന്ന് പറയുന്ന ആചാര്യന്റെ പൗത്രനാണ്. ഇനി പരാശരന്റെ പുത്രനാണ്. ശുകന്റെ താതനുമാണ്, ശുകന്റെ അച്ഛനുമാണ് വേദവ്യാസൻ. അങ്ങനെയുള്ള വേദവ്യാസൻ നമുക്ക് അറിയാവുന്നത് പോലെ മഹാഭാരതത്തിന്റെ ആദ്യ ഭാഗത്ത് വേദവ്യാസൻ തന്റെ ജന്മത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വേദവ്യാസൻ ഉണ്ടായത് പരാശരന് സത്യവതിയിലുണ്ടായ പുത്രനാണ് വേദവ്യാസൻ. സത്യവതിയോ, നമ്മളെ ട്രഡീഷൻ പറയുന്നത് സത്യവതി ദാശൻ എന്ന് പറയുന്ന ഒരു മുക്കുവ രാജാവിന്റെ വളർത്തുമകളായിരുന്നു. ആ മുക്കുവ രാജാവിന് അദ്ദേഹം ഒരിക്കൽ കടലിൽ മത്സ്യം പിടിക്കാൻ പോയപ്പോ, കായലിൽ മത്സ്യം പിടിക്കാൻ പോയപ്പോ ഒരു മത്സ്യത്തിനെ കിട്ടി. ആ മത്സ്യത്തെ തുറന്നു നോക്കിയപ്പോ ആ മത്സ്യത്തിന്റെ ഉള്ളിൽ ഒരു പെൺകുഞ്ഞ്. ആ പെൺകുഞ്ഞിനെ സ്നേഹത്തോടു കൂടി അദ്ദേഹം വളർത്തിയെന്നാ പറയുന്നത്. ഉപരിചര വസു എന്ന് പറയുന്ന ഒരു രാജാവിന് അദ്രിക എന്ന് പറയുന്ന ഒരു അപ്സരസിൽ ഉണ്ടായ കുട്ടിയാണ് ഈ മത്സ്യക്കുട്ടി. അദ്രിക മത്സ്യരൂപത്തിൽ കിടക്കുന്ന സമയത്താണ് ഈ കുട്ടി ഉണ്ടായത്. ഇതൊക്കെ നമ്മളുടെ മിത്തും കഥയും ഒക്കെ കൂടെ ചേർന്ന് ഉണ്ടായ ഒരു ട്രഡീഷൻ ആയതുകൊണ്ട് ഇതൊക്കെ നമ്മള് ഏത് രീതിയിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിഞ്ഞുകൂടാ. അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. മത്സ്യത്തിന്റെ ഉള്ളിൽ കുട്ടി വരുന്നത് എങ്ങനെയാണെന്ന് നമ്മളോട് പുതിയ കുട്ടികൾ ചോദിക്കും. എനിക്ക് അടുത്തിടയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്റെ കസിന്റെ മോള്, അവള് ഓസ്ട്രേലിയയിലാണ് വളരുന്നത്, 4 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോ എന്റെ അമ്മ അവൾക്ക്, നമ്മൾ ആ മുത്തശ്ശിമാര് ചോറുരുട്ടി കൊടുക്കുമ്പോ കഥ പറയില്ലേ, അങ്ങനെ ചോറുരുട്ടി കൊടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് ദശരഥന് 3 പത്നിമാരുണ്ടായിരുന്നു. അപ്പോ ദശരഥന് കുട്ടികളില്ലാത്തത് കൊണ്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി പായസം കഴിച്ചു. പായസം കഴിച്ചപ്പോ ദശരഥന് പത്നിമാർക്ക് പുത്രന്മാരുണ്ടായി എന്ന് അവൾക്ക് തലേ ദിവസം കഥ പറഞ്ഞു കൊടുത്തു. കഥയൊക്കെ പറഞ്ഞു, കുട്ടി കഥയൊക്കെ കേട്ട് സുഖമായിട്ട് ദശരഥന്റെ കഥയൊക്കെ കേട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എല്ലാരും കൂടെ നമ്മൾ അമ്പലത്തിൽ പോയതാ. അമ്പലത്തിൽ പോയപ്പോ കുട്ടിക്ക് പ്രസാദം പായസം കൊടുത്തു. കുട്ടിക്ക് പായസം വേണ്ട, എനിക്ക് കുട്ടി ഉണ്ടാവും, എനിക്ക് അതുകൊണ്ട് പായസം വേണ്ട എന്ന് പറഞ്ഞ് കുട്ടി പ്രസാദം മേടിക്കുന്നില്ല. അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന, നമ്മള് സങ്കല്പിക്കുന്നില്ല. പുതിയ തലമുറയിലെ കുട്ടികളാണ്. അപ്പോ അവര് വളരെ ഗൗരവമായി ആലോചിക്കും. അവർക്ക് ഇതിന്റെ ഒരു നറേഷന്റെ സ്റ്റൈലോ മിത്തോളജിയുടെ നറേറ്റീവ് ടെക്നിക്കോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതിന്റെ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള വേർഷൻ പറഞ്ഞു കൊടുക്കുകയും ഒരുപക്ഷെ കുറച്ചുകൂടി ചിന്തിക്കുന്ന പ്രായമാകുമ്പോൾ, കുറച്ചുകൂടി ആലോചിക്കുന്ന പ്രായമാകുമ്പോൾ ഇതിന്റെ നറേഷൻ ആണെന്നും, ഒരു എപ്പിക് നറേഷന്റെ ടെക്നിക്ക് എന്താണ്, ഒരു മിത്തിക്കൽ നറേഷന്റെ ടെക്നിക്ക് എന്താണ് എന്ന് അവർ സ്വന്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രായത്തിൽ അവർക്ക് ഈ കഥയുടെ അന്തരാർത്ഥങ്ങൾ കൂടി തിരിച്ചറിയാൻ സാധിക്കുമെന്ന് തോന്നുന്നു.
എന്തായാലും ഉപരിചരവസുവിനും അദ്രികയ്ക്കും ഉണ്ടായ കുട്ടി ഈ മത്സ്യക്കുട്ടിക്കുള്ളിൽ നിന്നും ദാശരാജാവിന് കിട്ടുകയും ദാശരാജാവ് അവളെ എടുത്തു വളർത്തുകയും ചെയ്തു. അങ്ങനെ അവൾ കടത്തുകാരെ അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് പരാശര മഹർഷിക്ക് സത്യവതിയിൽ മോഹം ജനിക്കുകയും അവിടെ ഒരു കൃത്രിമ ദ്വീപ് അദ്ദേഹം സൃഷ്ടിച്ച് ആ ദ്വീപിൽ വെച്ച് ഈ കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് വേദവ്യാസന്റെ നാമധേയം. വ്യാസൻ എന്ന് പറയുന്നത് ഒരു പേരല്ല, വ്യാസൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷനാണ്. ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ഒരു പേരല്ല. ശങ്കരാചാര്യർ കാഞ്ചിയിൽ ശങ്കരാചാര്യരുണ്ട്, ശൃംഗേരി ശങ്കരാചാര്യരുണ്ട്, എല്ലാ കാലത്തും ശങ്കരാചാര്യർ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ആദിശങ്കരന് ശേഷം ശങ്കരൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷൻ ആയതുപോലെ വേദവ്യാസന് ശേഷം വ്യാസൻ എന്ന് പറയുന്നത് ആരാണോ വേദങ്ങളെ ഡിവൈഡ് ചെയ്ത് വേദങ്ങളെ ഋക്ക്, യജുസ്, സാമം, അഥർവം. അപ്പൊ ഇന്ത്യൻ നോളജ് ഇങ്ങനെ പലയിടത്ത് ചിതറിക്കിടന്നിരുന്ന ഭാരതത്തിന്റെ ജ്ഞാനത്തെ കമ്പൈൽ ചെയ്ത്, വ്യാസൻ കമ്പൈലർ എന്നർത്ഥത്തിലാണ് വ്യാസൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ ഇതിനെ മുഴുവനും ഒരു സിസ്റ്റമാറ്റിക്കലി കമ്പൈൽ ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന ആചാര്യനാണ് വേദവ്യാസൻ. അപ്പൊ ഒരു നമ്മൾ എഡിറ്റർ എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റ് പലയിടത്ത് ചിതറിക്കിടക്കുന്ന ആശയങ്ങളുടെ അതിന്റെ ക്രമത്തിൽ അടുക്കി വെച്ചുകൊണ്ട് വേദങ്ങൾ 4ആക്കി വ്യസിച്ചത് കൊണ്ടാണ് വേദവ്യാസൻ എന്ന പേര് വന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാമധേയം എന്ന് പറയുന്നത്, അച്ഛനും അമ്മയും കൊടുത്ത നാമധേയം എന്ന് പറയുന്നത് കൃഷ്ണൻ എന്നായിരുന്നു. ദ്വീപിൽ ജനിച്ചതുകൊണ്ട്, ദ്വീപിലേക്ക് യാത്ര ചെയ്തതുകൊണ്ട് ദ്വൈപായനൻ എന്ന പേര് കൂടി വന്നു. അപ്പോ കൃഷ്ണദ്വൈപായനൻ ആയിരുന്നു വാസ്തവത്തിൽ ഈ വേദങ്ങൾ മുഴുവൻ വ്യസിച്ച, മഹാഭാരതം എഴുതിയ, ബ്രഹ്മസൂത്രം എഴുതിയ വ്യാസൻ എന്ന് പറയുന്ന ആള് കൃഷ്ണദ്വൈപായനൻ എന്ന ആളായിരുന്നു. മഹാഭാരതത്തിൽ ഇദ്ദേഹം കഥാപാത്രമാണ്. മഹാഭാരതത്തിലെ പരമ്പരകളുടെ മുഴുവൻ പിതാവാണ്. സത്യവതി പിന്നീട് നമുക്കറിയാം, സത്യവതി പിന്നീട് ഹസ്തിനപുരിയിലെ കുലവധുവായി വരികയും ശന്തനുവിന്റെ ഭാര്യയായി മാറുകയും അദ്ദേഹത്തിന്റെ മരണശേഷം ഈ ഒരു പാരമ്പര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പാണ്ഡുവും വിതുരനും ധൃതരാഷ്ട്രരും ഉൾപ്പെടുന്ന മഹാഭാരത കഥയിലെ നായക കഥാപാത്രങ്ങളുടെ പിതാവ് വാസ്തവത്തിൽ വേദവ്യാസനാണ്. അപ്പോ വ്യാസ പാരമ്പര്യമാണ് എല്ലാ അർത്ഥത്തിലും ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ചന്ദ്രവംശ രാജാക്കന്മാരുടെ മുഴുവനും ചരിത്രം എടുത്തു നോക്കിയാൽ വ്യാസ പരമ്പരയാണ് പിന്നീട് തുടർന്നിട്ടുള്ളത്. അപ്പോ ഇന്ത്യയുടെ ജൈവശാസ്ത്രപരമായ പാരമ്പര്യം വെച്ച് നോക്കിയാലും, ഇന്ത്യയുടെ ഇന്റലക്ച്വൽ ട്രഡീഷൻ വെച്ച് നോക്കിയാലും, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വേദവ്യാസന്റെ പാരമ്പര്യമാണ്. അപ്പൊ ഋഷി പാരമ്പര്യമാണ്. വ്യാസൻ എന്ന ജ്ഞാനിയായ ഋഷിയുടെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. അഭിമാനിക്കാൻ എത്ര വകയുള്ള പാരമ്പര്യമാണ്. കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസനാണ്, അദ്ദേഹത്തിന്റെ ജന്മ ദിവസമാണ് ഈ ആഷാഢ പൗർണിമ. പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായ കൃഷ്ണദ്വൈപായന വ്യാസൻ. മഹാഭാരതത്തിന് വലിയൊരു കോയിൻസിഡൻസ് ഉണ്ട് ഈ കൃഷ്ണൻ എന്ന പദവുമായിട്ട്. എന്റെ ഗുരുനാഥൻ പ്രൊഫസർ തുറവൂർ ശംഭരൻ സാറ് വളരെ മനോഹരമായി ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. മാഷെപ്പോഴും പറയുന്ന ഒരു കാര്യം, കൃഷ്ണൻ എന്നത് ഭാരതത്തിന്റെ ട്രഡീഷനിൽ 2 നാമധേയങ്ങളാണ് ഭാരതീയന്റെ ഹൃദയത്തിന്റെ 2 ഭാഗങ്ങളിൽ നിൽക്കുന്നത്. ഒന്ന് രാമൻ, ഒന്ന് കൃഷ്ണൻ. ഈ 2 നാമം ഭാരതീയനിൽ നിന്നും മാറ്റിവെച്ചാൽ ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ ആർട്ട്, ഇന്ത്യയുടെ ലിറ്ററേച്ചർ, ഇന്ത്യയുടെ ട്രഡിഷൻ, ഇന്ത്യയുടെ നോളജ് ഇതൊക്കെ ശൂന്യമായി പോവും. രാമനില്ലാതെ, കൃഷ്ണനില്ലാതെ ഒരു സാഹിത്യമില്ല, സംഗീതമില്ല, ചിത്രകലയില്ല, നൃത്തരൂപങ്ങളില്ല. അപ്പൊ ഇന്ത്യ എങ്ങനെയാ ഡെവലപ്പ് ചെയ്തത്? നിങ്ങൾ ഓരോ ഭാഗത്തുമുള്ള ഇന്ത്യയുടെ ആർട്ട് ഫോംസ് നോക്കൂ. ഇതിനെ മുഴുവനും സമ്പന്നമാക്കിയത് രാമൻ, കൃഷ്ണൻ എന്ന സങ്കല്പമാണ്. ലിറ്ററേച്ചർ നോക്കൂ, രാമൻ, കൃഷ്ണൻ എന്ന സങ്കല്പമാണ്. അപ്പോ വിശ്വംഭരമാഷ എപ്പോഴും പറയാറുണ്ട്, മഹാഭാരതത്തിന് മറ്റൊരു പേരുണ്ട്.
ജയം എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ജയം എന്ന പേരാണ് മഹാഭാരതത്തിന്റെ ഒരു നാമധേയം. മറ്റൊരു പ്രധാനപ്പെട്ട മഹാഭാരതത്തിന്റെ പേര് കൃഷ്ണവേദം എന്നാണ്. മഹാഭാരതത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വ്യാസൻ തന്നെ പറയുന്നുണ്ട്, കാർഷ്ണം വേദമിമം, ഇത് കൃഷ്ണവേദമാണ് എന്ന് പറയുന്നുണ്ട്. അത് 2-3 കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കൃഷ്ണവേദം എന്ന് പറഞ്ഞാൽ, ഒന്ന്, കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസനാൽ രചിക്കപ്പെട്ട കൃതിയാണ്. മറ്റൊന്ന്, മഹാഭാരതത്തിലെ നായകൻ ആരാണ്, ഹീറോ ആരാണ് മഹാഭാരതത്തിലെ. ഒരു ഇന്ത്യയുടെ ട്രഡീഷണൽ, ഇന്ത്യയുടെ ലിറ്ററേച്ചറിൽ, ഇന്ത്യയുടെ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ നായകൻ എങ്ങനെയാവണം എന്ന ലക്ഷണം പറയുന്നുണ്ട്. കൃഷ്ണൻ അതിന്റെ സങ്കല്പങ്ങളെ മുഴുവനും തിരുത്തിയ നായകനായിരുന്നു. മഹാഭാരതത്തെ വാസ്തവത്തിൽ മഹാഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് നയിച്ചത്, പുറമേ ദുര്യോധനുണ്ട്, ദുശാസനുണ്ട്, അർജുനനുണ്ട്, യുധിഷ്ഠിരനുണ്ട്, അങ്ങനെ 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 നായകന്മാര് ധാരാളം പേരുണ്ട്, നായകനും പ്രതിനായകനും ഉണ്ട്. പക്ഷെ മഹാഭാരതത്തിന്റെ ചരട് ആരുടെ കയ്യിലായിരുന്നു? മഹാഭാരതം എന്ന ജീവിത ഇതിഹാസത്തിന്റെ ചരട് എന്ന് പറയുന്നത്, അതിന്റെ രസം എന്ന് പറയുന്നത്, അതിന്റെ എസെൻസ് ഓഫ് മഹാഭാരതം എന്ന് പറയുന്നത്, എങ്ങനെയാണോ തൈരിന്റെ ഉള്ളില് വെണ്ണ അതിന്റെ എസെൻസ് ആയിട്ടിരിക്കുന്നത്, അതുപോലെ മഹാഭാരതത്തിന്റെ എസെൻസ് എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയെ കഥയാക്കിയിരിക്കുന്നതാണ് മഹാഭാരതത്തെ. ആ ഭഗവത്ഗീതാകാരനായ കൃഷ്ണനാണ് മഹാഭാരതത്തിലെ നായകൻ. അപ്പോ കൃഷ്ണൻ രചിച്ച കഥ, കൃഷ്ണൻ എന്ന നായകനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉള്ള കഥ. ഇനി മഹാഭാരതത്തിലെ ബാഹ്യമായ മറ്റൊരു നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അർജുനനാണ് എന്ന് പറയാം. നമുക്ക് പ്രതിനായകനാണ് ദുര്യോധനൻ, അർജുനനാണ് നായകൻ എന്ന് പറയാം. അർജുനന്റെ മറ്റൊരു പേര് കൃഷ്ണൻ എന്നാണ്. അർജുനന്റെ പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേര് കൃഷ്ണൻ എന്നാണ്. ഇനി മഹാഭാരതത്തിലെ നായിക ആരാണ്? ദ്രൗപദി. പല പേരുകളുണ്ട്, ദ്രൗപദി, പാഞ്ചാലി, യാജ്ഞസേനി. പക്ഷേ ദ്രുപദന്റെ മകളായതുകൊണ്ടാണ് ദ്രൗപദി എന്ന് പറഞ്ഞത്, പാഞ്ചാലന്റെ മകളായതുകൊണ്ടാണ് പാഞ്ചാലി എന്ന് പറഞ്ഞത്, യജ്ഞകുണ്ടത്തിൽ നിന്നുണ്ടായവളായതുകൊണ്ടാണ് യാജ്ഞസേനി എന്ന് പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് അച്ഛനമ്മമാരിട്ട പേര് കൃഷ്ണ എന്നായിരുന്നു. അപ്പോ കൃഷ്ണൻ എഴുതിയ, കൃഷ്ണന്റെ കഥയായ, കൃഷ്ണൻ നായകനായ, കൃഷ്ണനായികയായ മഹാഭാരതം കൃഷ്ണവേദമാണ്. ആരാണ് കൃഷ്ണൻ? ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകം എന്ന് നമ്മൾ ചൊല്ലാറില്ലേ, പാർത്ഥായ പ്രതിബോധിതാം ഭഗവത എന്ന ശ്ലോകം. അതിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, നമോസ്തു തേ വ്യാസ വിശാലബുദ്ധേ. ഇത് വേദവ്യാസനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സൂചനയാണ്. വിശാലബുദ്ധി എന്ന് പറയുന്നത്, ഇത് നമുക്ക് ടാലന്റിന് പല പല തലങ്ങളുണ്ട്. ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഒരിടത്ത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ടാലന്റ് ഉണ്ടാവാം. വ്യാസന്റെ ടാലന്റ് എന്ന് പറഞ്ഞാൽ, വ്യാസൻ മഹാഭാരതമായി മാറുകയായിരുന്നു. ഇതിൽ അനേക കഥാപാത്രങ്ങൾ, ഇതിൽ അനേക ജീവിത സാഹചര്യങ്ങൾ, ഇതിൽ അനേക സന്ദർഭങ്ങളിലേക്ക് വ്യാസൻ തന്റെ ബുദ്ധിയെ പ്രയോഗിച്ചിട്ടുണ്ട്. വളരെ രസമായിട്ടുള്ളൊരു സന്ദർഭമുണ്ട്, അത് ഭാഗവതത്തിലാ പറയുന്നത്. വ്യാസൻ വ്യാസന് ശുകൻ എന്നൊരു മകനുണ്ട്. ഘൃതാചി എന്ന അപ്സരസിൽ വ്യാസനുണ്ടായ പുത്രനാണ് ശുകൻ. അപ്പോ ശുകൻ ജന്മനാജ്ഞാനിയായിരുന്നു. അപ്പൊ ശുകൻ സന്യാസം, അച്ഛനിൽ നിന്നും പിരിഞ്ഞ് സന്യാസിയായിട്ട് നടന്നു പോവാണ്. അപ്പോ പുത്രനോടുള്ള സ്നേഹം കൊണ്ട് വ്യാസൻ ഉറക്ക പുത്ര എന്ന് വിളിച്ചു അത്രേ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ശ്ലോകം. യം പ്രവ്രജന്തമനുപേതമുപേത കൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഭാവ. മനസ്സിൽ വിരഹം കൊണ്ട് മോനേന്ന് ഉറക്ക വ്യാസൻ വിളിച്ചു അത്രേ. ആ സമയത്ത് സംഭവിച്ചത്, പുത്ര എന്ന് വിളിച്ചപ്പോ ആ കാട്ടിലുണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ അച്ഛാ എന്ന് വിളി കേട്ടു വന്നു. അപ്പൊ വ്യാസനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്ക് സർവഭൂത ഹൃദയം മുനിം എന്നാണ്. ഈ പ്രപഞ്ചമാണ് വ്യാസന്റെ മക്കൾ. ഈ നേച്ചറായി മാറി വ്യാസൻ, അല്ലെങ്കിൽ പ്രപഞ്ചം വ്യാസനായി മാറി. അപ്പോ വ്യാസൻ എന്ന് പറഞ്ഞാൽ
ഗുരുപരമ്പരയുടെ ഏറ്റവും ആദ്യത്തെ കണ്ണിയായ വ്യാസൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ്, വിശാല ബുദ്ധിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അനുഭവങ്ങളെയും സ്വാംശീകരിക്കാനുള്ള ബുദ്ധിയാണ് വ്യാസൻ എന്നതിലൂടെ ഉണ്ടാവുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, വ്യാസൻ മഹാഭാരതത്തിന്റെ രചയിതാവാണ്, ബ്രഹ്മസൂത്രത്തിന്റെ രചയിതാവാണ്, വേദങ്ങളെ വ്യസിച്ച ആളാണ്, പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായി ജനിച്ച ആളാണ്. ഇങ്ങനെയുള്ള വേദവ്യാസ ഭഗവാന്റെ ജന്മദിനമായ ഗുരുപൂർണിമ, ഈ ആഷാഢ പൗർണമി ദിവസം ഇന്ത്യയുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ ഗുരുക്കന്മാരെ മുഴുവൻ, നമ്മൾ ഏത് പരമ്പരയിലാണോ ഗുരുഭാവം നമ്മൾ കൽപ്പിക്കുന്നത്, ആ ഗുരുവിനെ സമീപിച്ച് ദീക്ഷ സ്വീകരിക്കുന്നതിനും, ആ ഗുരുവിൽ നിന്നും മന്ത്രോപദേശം കിട്ടിയവരാണെങ്കിൽ ഗുരുവിനെ പോയി നമസ്കരിക്കുന്നതിനും, ഇനി ഒരു അത്തരത്തിലൊരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഒരു ചിട്ടയോടെയുള്ള ജീവിതം തുടങ്ങുന്നതിനുമുള്ള ഒരു ദിവസമായിട്ട് ഈ ആഷാഢ പൗർണമിയെ കണക്കാക്കുന്നു. വേദവ്യാസ ഭഗവാന്റെ ജന്മദിനം വന്ന അതേ ദിവസം തന്നെ മഹാഭാരതത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വേദവ്യാസ ഭഗവാനിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. എനിക്ക് വേദവ്യാസനിൽ സങ്കല്പത്തിൽ നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചത്. എന്തായാലും ഗുരുപരമ്പരയുടെ മുഴുവനും അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു മലയിൽ നിന്നും സമതലങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ചിന്മയാനന്ദ സ്വാമിജി ഒരു ലൈഫിൽ ഒരു ഉദാഹരണം പറയായിരുന്നു. സ്വാമിജി സന്യാസ ദീക്ഷയുടെ ഒരു ഘട്ടത്തില് ഉത്തരകാശിയില് ഗംഗയിൽ പോയിട്ട് ഗംഗയെ നോക്കിയിരിക്കുമായിരുന്നു അത്രേ. ഗംഗ മുകളിൽ നിന്നും ഹിമവാനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗ താഴേക്ക് ഒഴുകി സമതലങ്ങളിലേക്ക് ഒഴുകി ജനങ്ങളിലേക്ക് ഒഴുകുകയാണ്. ഇന്ത്യയുടെ ലൈഫാണ് ഗംഗ എന്ന് പറയുന്നത്. അതുപോലെ മുകളിൽ നിന്നും അറിവിന്റെ, ജ്ഞാനത്തിന്റെ, അനുഭവത്തിന്റെ ഒരു സാഗരം സമതലങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഗുരുക്കന്മാർ നമ്മളിൽ സംഭവിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു നല്ല ഗുരു സാന്നിധ്യത്തിൽ നമ്മളുടെ ട്രഡീഷൻ എല്ലാം അങ്ങനെയായിരുന്നു. ഏതൊരു കുടുംബത്തിലും ഒരു കുടുംബ പാരമ്പര്യം, ഒരു ഗുരു ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിന്റെ പല മേഖലകളിലും അവർക്കൊരു താങ്ങാവാൻ, അവർക്കൊരു കരുത്താവാൻ, അവർക്കൊരു സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് ഒരു ഗുരു ഉണ്ടാവട്ടെ, ഒരു ഗുരു പാരമ്പര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഈ ഗുരുപൂർണിമ ദിവസത്തിൽ ഗുരു പരമ്പരയോട് പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസം നമുക്ക് ഞങ്ങൾക്ക് ഈ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ ദിവസത്തിന്റെ വൈകുന്നേരമേ ആയിട്ടുള്ളൂ. ഈ സന്ധ്യ നമുക്ക് ഗുരുക്കന്മാരെ മുഴുവൻ സ്മരിക്കുന്നതിന്, ഗുരുപരമ്പരയെ സ്മരിക്കുന്നതിന്, അങ്ങനെ നമുക്ക് നമ്മുടെ ട്രഡീഷനോടുള്ള ഒരു വലിയ കടപ്പാടുണ്ട്. അത് വീട്ടുന്നതിന് വേണ്ടി ഈ സന്ധ്യ ഉപയോഗിക്കാം. എല്ലാവർക്കും ഗുരുപൂർണിമയുടെ ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനകളോടെ നിർത്തുന്നു. നമസ്കാരം.